ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ വീഡിയോ കണ്ട് ചിരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല, കാണുന്ന നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. ഈ ചലവും ചാണകവും തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒന്ന് ലയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാലോ അല്ലേ? അൺസൈക്കബിൾ. അതുപോലത്തെ ദുർഗന്ധമായിരിക്കും. ഈ മാറണം കേരളം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇത്രയ്ക്കും മാറുമെന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല. ഇപ്പം നാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ. അറിയാമല്ലോ, അവിടെ ഒരു വേട്ടാവളിയന് അധികാരം കിട്ടിയതിന് ശേഷം അവിടെ മൊത്തം നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കേരളം മൊത്തത്തിൽ നാറ്റിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഈ തൃശ്ശൂർ മണ്ഡലം, അതായത് ഗുരുവായൂർ മണ്ഡലത്തിൽ വന്ന് മത്സരിച്ചിട്ടുള്ള ഒരു വൃത്തികെട്ട വർഗീയവാദിയായിട്ടുള്ള മൃഗങ്ങളെപ്പോലും പറയിപ്പിക്കുന്ന ഒരു വേട്ടാവളിയനുണ്ടല്ലോ, ലവനും മറ്റേ ചലം ചാനലിൻ്റെ കൊണാണ്ടറില്ലേ, ഇവനും തമ്മിൽ ഈ സെപ്റ്റി ടാങ്കിൽ ഒന്ന് ലയിച്ചായിരുന്നു. ഇവന്റെ വായിൽ നിന്ന് വരുന്ന ആ തീട്ട വർത്താനം എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായിട്ടുള്ള ഹൈന്ദവ സമൂഹമേ നിങ്ങൾ കേൾക്കണം. കാരണം യു പിയിലും ഗുജറാത്തിലും ഒക്കെ ഉള്ള രാഷ്ട്രീയം ഉണ്ടല്ലോ, അതായത് ഈ സവർണ മേധാവികളുടെ ഉന്നത കുല രാഷ്ട്രീയം. ആ രാഷ്ട്രീയം കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ലവനും അതുപോലെ കുറെ മരവാഴകളൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂരിലെ വെടിമരുന്ന് സ്ഫോടനം. ഏതാണ്ട് 10-23 വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് മരണപ്പെട്ടത്. ആ മരണപ്പെട്ടു പോയിട്ടുള്ള കുടുംബങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് അവരുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങളും ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിലും ഈ പാപികളെയൊക്കെ പന പോലെ വളർത്തും നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇവനെപ്പോലുള്ള ക്ഷുദ്രജീവികളൊക്കെ ഈ കേരളത്തിൻ്റെ മണ്ണിലിരുന്നുകൊണ്ട് ഇങ്ങനെ അന്ധമായ ഒരു മതത്തോടുള്ള വിരോധം കൊണ്ട് ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് ഈ വേട്ടാവളിയിനൊക്കെ തൂക്കിയെടുത്ത് അകത്തിടാൻ നട്ടലുള്ള ഒരു ഉദ്യോഗസ്ഥനും നമ്മുടെ കേരളത്തിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് സത്യം വലിയ സങ്കടം തോന്നിപ്പോകുന്നുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മതവിദ്വേഷം നടത്തുകയും പച്ചവർഗീയതയും പറഞ്ഞിട്ടുള്ള മൃഗങ്ങൾക്ക് പോലും അപമാനമായിട്ടുള്ള ഈ ഒരു വൃത്തികെട്ട ഊള എത്ര പ്രസ്താവനകൾ നടത്തിയിട്ട് ആരെങ്കിലും ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്ന നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗുരുവായൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഇപ്രാവശ്യം വിധി എഴുതും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ചലവും മലവും കൂടെ ലയിച്ചിട്ട് ആ ഒരു ദുർഗന്ധം ഉണ്ടല്ലോ, അതൊന്ന് കേട്ടോ. ഞാൻ ചോദിക്കുന്നത് എന്താ ഉമ്മാരുടെ പരിപാടി? ഇവർക്ക് ഈ ഗുരുവായൂരിൽ, ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ഈ ഗുരുവായൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് എന്താ പരിപാടി? അപ്പോൾ ഒന്നെങ്കിലും ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാണ്, ഇവർക്കൊരു ഹിഡൻ അജണ്ടയുണ്ട്. ആ ഹിഡൻ അജണ്ട ഈ ഇടതുപക്ഷവും വലതുപക്ഷവും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് മറ്റാരുടെയോ താല്പര്യപ്രകാരമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആരുടെയോ ഒരു താല്പര്യപ്രകാരമാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു 50 കൊല്ലം? അപ്പോൾ ഈ 50 കൊല്ലത്തെ കുത്തക അത് തകർക്കണം. അത് തകർക്കുക എന്നുള്ളതൊരു കൃത്യമായ ലക്ഷ്യമാണ്. ഈ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രാമചന്ദ്ര കൃഷി എവിടെയാണ്? ഗുരുവായൂരാണ്. ആർക്കും അറിയില്ല. രാമചന്ദ്ര കൃഷി ഇപ്പം നാമാവിശേഷമായി. എന്താ കാരണം? രാമചന്ദ്ര കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. മനസ്സിലായില്ലേ? ഭൂമി ലീസിനെടുത്തിട്ടാണ് രാമച്ചൻ കൃഷി ചെയ്യുന്നത്. ആരുടെ കയ്യിൽ നിന്നാണ് ലീസിന് എടുക്കുന്നതെന്ന് ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇത് രാമച്ചൻ അങ്ങോട്ട് ലീസിന് ഭൂമി എടുത്ത് പൈസ കൊടുത്ത് രാമച്ചൻ അങ്ങനെ റെഡി ആയിട്ട് വിളവെടുക്കുന്ന സമയം ഇത് കത്തിച്ചളയും. ആരെ കത്തിക്കാൻ ഒരു കൊടുത്തില്ല. പോലീസിന് നിങ്ങൾ പല പ്രാവശ്യം പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു, കത്തിച്ച് കത്തിക്കുന്നത് ആരാന്ന് കൃത്യമായി കൃഷിക്കാർക്ക് അറിയാം. പക്ഷെ അവർക്ക് മിണ്ടാൻ അവകാശമില്ല. ഇന്ത്യയുടെ നാനാഭാഗത്തും ഓരോ ദിവസവും ഇന്ത്യ അങ്ങനെ പുതിയൊരു ജിഹാദും കൂടെ എത്തിയിരിക്കുകയാണ്, രാമച്ചം ജിഹാദ്. ഇനി കുടിക്കുന്ന പച്ചവെള്ളത്തിലും കൂടെ ഈ വൃത്തികെട്ട ഊള വിഷം കലർക്കാനുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ മേഖലയിലും വിഷം കലർത്തി ഇവനെ പോലെ ഇത്ര ഒരു വൃത്തികെട്ട ജീവി സത്യത്തിൽ മൃഗങ്ങൾക്ക് പോലും നാണക്കേടുണ്ടാകും. കാരണം ഈ കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കണം കേട്ടോ. നാനാഭാഗത്തു നിന്നും എനിക്ക് ടെലിഫോൺ കോളായിരുന്നു. അമ്മമാർ കോട്ടയം, കണ്ണൂർ, കോഴിക്കോട് അമ്മമാർ. എനിക്ക് അത്ഭുതം തോന്നാം. അവർ വിളിച്ചിട്ട് എനിക്ക് മോനെ എങ്ങനെയെങ്കിലും ജയിക്കണം നീ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കായിരുന്നു. അത് കാണുന്നത് നമ്മൾ മർമ്മത്തടിക്കണം. കേരള രാഷ്ട്രീയത്തിൽ മർമ്മത്തടിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം വരേണ്ടിയിരിക്കുന്നു. അത് അതിശക്തമായ നാന്ദി കുറിച്ചു താങ്കൾ. അത് ഗുരുവായൂർ അപ്പന്റെ നടയിൽ വെച്ച് തന്നെ അല്ലേ? അതൊരു പ്രധാന. അതായത് ഇനി വരാൻ പോകുന്ന കേരള രാഷ്ട്രീയം വികസനത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. ഈ ഇത്രയും കാലം കേരളത്തിലുണ്ടായിരുന്നത് വ്യാജ മതേതര രാഷ്ട്രീയമാണ്. കപട മതേതര. ഈ കപട മതേതരത്ത വികസനത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നത്. അതായത് ഹിന്ദുക്കൾ വികസിക്കണം, ബാക്കിയുള്ളവനൊക്കെ ഈ ഭൂമിയിൽ ഇല്ലാതാകണം. ഇതാണ് പച്ചയ്ക്ക് ഈ മതയോളിയായിട്ടുള്ള ഈ വൃത്തികെട്ട ചെറ്റ ഈ സെപ്റ്റി ടാങ്കിൽ വന്നിരുന്നുകൊണ്ട് കൊണയടിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെ പോരെ ഇവനക്കെതിരെ കേസെടുത്ത് ഇവനെ തൂക്കിയെടുത്ത് അകത്താക്കാൻ? എന്തുകൊണ്ടാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ മുന്നോട്ട് വരാത്തത്? ഈ ഹൈന്ദവ സഹോദരൻ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കേൾക്കണം. ഇതുപോലത്തെ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ഹൈന്ദവ സഹോദരങ്ങൾ നമ്മുടെ നാടിനെയും ഇവിടുത്തെ ഇതര മതവിശ്വാസികളെയും സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളെല്ലാം ഇന്ന് സ്വസ്ഥതയും സമാധാനമായിട്ട് ഇവിടെ ജീവിക്കുന്നത്. ഇവനെപ്പോലുള്ള വൃത്തികെട്ടവനൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ വലിയ മഹാ ദുരന്തങ്ങളൊക്കെ
നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. എന്നാലും ഈ ദുരന്തത്തിലൊന്നും ഇവനൊന്നും പോകില്ല. കാരണം ദൈവം ഇങ്ങനെ കൊണ്ട് നടക്കും. കുറച്ചും കൂടെ നമ്മളൊക്കെ അനുഭവിക്കാനുണ്ടെന്നാണ് പറയുന്നത്. രാഷ്ട്രീയത്തിൽ നിന്ന് കേരളം വികസനത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് മാറുകയാണ്. ഈ വികസനത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഗുജറാത്തിൽ. മിസ്റ്റർ ഒട്ടകം ഗോപാലൻ, നിങ്ങൾ ഗുജറാത്തിൽ കൊണ്ടുവന്ന ഹിന്ദുത്വ വളർച്ചയില്ലേ, ആ വളർച്ച തന്നെയാണ് കേരളത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ കാലാകാലം അങ്ങോട്ട് പറയുന്നത്. അതായത് ഗുജറാത്തിലുണ്ടായ ഹിന്ദുത്വ വളർച്ചയിൽ ആരാ വളർന്നതെന്നറിയാം? അവിടെയുള്ള ഉന്നതകുല ബ്രാഹ്മണന്മാരില്ലേ, അവര് മാത്രമേ വളർന്നുള്ളൂ. അവിടെ തളർന്നു പോയത് ദളിത് ഹിന്ദുക്കളില്ലേ, ദളിത് ഹിന്ദുക്കളാണ് അവിടെ ഏറ്റവും കൂടുതൽ തകർന്നു പോയിട്ടുള്ളത്. ആ ഹിന്ദുത്വ രാഷ്ട്രം ദളിതരും ഉന്നത കുലക്കാരും അല്ലാത്ത ജാതിക്കാരില്ലേ, അവര് താഴേക്ക് പോകുന്ന, അവര് തളർന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെയാണ് നിങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് തന്നെ നമ്മൾ കുറെ കാലങ്ങളായിട്ട് പറഞ്ഞു വരുന്നത്. എന്തായാലും ഇപ്പോഴെങ്കിലും അത് തുറന്ന് പറഞ്ഞതിൽ മിസ്റ്റർ ചാണക് ഗോപാലൻ ഒരുപാട് നന്ദിയുണ്ട്. ചാണക് ഗോപാലൻ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞു കണ്ണൂര് മുതൽ തിരുവനന്തപുരം വരെയുള്ള അമ്മമാർ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ വിജയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ ഒട്ടക് ഗോപാലൻ, അത് നിങ്ങൾ ആരോ പറ്റിച്ചതാട്ടാ. ആരോ മിമിക്രിയിൽ അമ്മമാരുടെ സൗണ്ട് എടുത്ത് നിങ്ങളെ പറ്റിച്ചതാണ്. കാരണം നിങ്ങളുടെ അമ്മ പോലും ഉണ്ടല്ല നിങ്ങൾ വിജയിക്കണ്ടെന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുണ്ടാവൂ. നിങ്ങൾ വിജയിച്ചെങ്കിൽ ഏറ്റവും വലിയ ഉപദ്രവകാരിയാകുന്നത് നിങ്ങൾ അമ്മക്ക് തന്നെ അറിയാം. അല്ലാതെ കേരളത്തിലുള്ള ഒരമ്മയും നിങ്ങൾ വിജയിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കില്ല, ഒരിക്കലും പ്രാർത്ഥിക്കില്ല. ഒരു വകയിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിൽ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ യാക്കോബായ സഭ പിന്നെ ലത്തീൻ കത്തോലിക്കയെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് നിർത്തല്ലേ? എന്നൊരു കാര്യം, മതേതരത്വമാണെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ ആളുകളുള്ള സ്ഥലത്ത് ഒരു ലത്തീൻ കത്തോലിക്കക്കാരനെ കൊണ്ട് നിർത്തട്ടെ, അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനെ കൊണ്ട് നിർത്തട്ടെ. അത് ചെയ്യണ്ടോ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇവിടെയൊക്കെ ഇവർക്ക് മതേതരത്വം ഇല്ല. മലപ്പുറത്ത് ഒരു 4 ഹിന്ദു കാൻഡിഡേറ്റിനെ കൊണ്ട് നിർത്താൻ പറ മുസ്ലിം ലീഗിനോട്. ചെയ്യാവൂലേ? അല്ല, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു നിമിത്തം വന്നായിരിക്കും അല്ലേ, കൊടുങ്ങല്ലൂർ മത്സരിക്കാൻ അല്ലേ തീരുമാനിച്ച താങ്കൾ അവിടെ ചുവരെടുത്ത് തുടങ്ങി. പക്ഷേ നോക്കൂ, താങ്കളുടെ നിയോഗം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ മണ്ണിലേക്ക് വരിക. ഒരുപക്ഷെ ഗുരുവായൂരപ്പൻ വിളിച്ചു വരുത്തതായിരിക്കാം. ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ നോക്കിക്കോ. ഒരു പക്ഷേ ഞാൻ പറയാണ്, ഇത് താങ്കളുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോവാണ്. എൻ്റെ മനസ്സ് പറയുന്നു. അനിലിൻ്റെ മനസ്സ് തന്നെയാണ് പലരുടെയും പറയുന്നത്. എൻ്റെ മനസ്സും അങ്ങനെയാണ്. കാരണം കൊടുങ്ങല്ലൂരിൽ പോയി 2 മാസം നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഗുരുവായൂർക്ക് വരുമ്പോൾ ഗുരുവായൂരപ്പൻ വിളിച്ചുകൊണ്ടാണ്. വലിയൊരു മാറ്റമല്ല, വലിയൊരു നാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഈ ചലവും ചാണകവും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ നാറ്റമല്ലാതെ പിന്നെ വേറെ എന്താണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? രുദ്രജീവി നടത്തിയിട്ടുള്ള 2-3 കാര്യങ്ങൾക്ക് ചെറിയൊരു മറുപടി കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് മലപ്പുറം ജില്ലയിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ഹിന്ദുക്കളായിട്ടുള്ള ആരെങ്കിലുമൊക്കെ നിർത്തി വിജയിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഹൈന്ദവ സഹോദരികളും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു കേട്ടോ. അതിലേതൊരു പഞ്ചായത്തിൽ അവിടുത്തെ പ്രസിഡന്റ് ഒരു ഹൈന്ദവ സഹോദരിയാണ്. എന്നാൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നീയൊക്കെ എത്ര എണ്ണത്തിനെ കൊണ്ട് നിർത്തിയടാ മുസ്ലിങ്ങളെ? ഒന്ന് പറഞ്ഞേ. നീയൊക്കെ 2-3 ക്രിസ്തംഗികളെ നിർത്തിയതല്ലാതെ വേറെ ആരെങ്കിലും നിർത്തിയിട്ടുണ്ടോ? പിന്നെ ഗുരുവായൂരപ്പൻ ഇവനെ വിളിച്ചതാണെന്നാണ് പറയുന്നത്. അതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനല്ലേ? പിന്നെ 50 വർഷത്തെ ഈ കിരാത ഭരണം ഇല്ലാതാക്കണം. എന്ത് കാര്യം? ഇവിടെ മുസ്ലിങ്ങൾക്ക് എന്ത് കാര്യം? ഗുരുവായൂർ ക്ഷേത്രം ഇരിക്കുന്നിടത്ത് എന്ത് കാര്യം? ഇവിടെ ഈ 50 വർഷം കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിനോ ഗുരുവായൂരിൽ താമസിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല. അവിടെ മാറി മാറി വന്ന് ഉള്ള ഭരണാധികാരികൾ. അതാദ്യം നീ മനസ്സിലാക്കും. നിന്നെപ്പോലെ ഇത്ര വൃത്തികെട്ട മനസ്സിന് ഉടമയായിട്ടുള്ള ഒരു പുഴുത്ത ജീവി സ്വന്തം അമ്മ പോലും പറയില്ലടാ നീ ജയിക്കണമെന്ന്. ചിരിപ്പിച്ചിങ്ങനെ കൊല്ലല്ലേ വേട്ടാവളിയാ. ഇപ്പം പറഞ്ഞിട്ടില്ലേ, കണ്ണൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള അമ്മമാർ വിളിച്ചിട്ട് നീ എങ്ങനെയെങ്കിലും ജയിക്കണം എന്നാ പറഞ്ഞ. അപ്പൊ അങ്ങ് എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ നീയൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് തൃശ്ശൂര് സുരേഷ് ഗോപി നിന്ന സമയത്തും അങ്ങനെ ചെയ്തിട്ടുള്ളതായിട്ടുള്ള തെളിവുകൾ നിന്റെ വായിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. എൻ്റെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരന്മാരെ ഇവനെപ്പോലുള്ള വിഷജീവിയെ അകറ്റി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ സമുദായത്തെ ഇവൻ നശിപ്പിക്കും. അതുകൊണ്ട് എൻ്റെ ഹൈന്ദവ സഹോദരങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഈ നാട് സ്വസ്ഥതയും സമാധാനവുമായിട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കൽ എല്ലാവർക്കും